എടാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 10ാം ക്ലാസ്സിലെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെഷനാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഒന്നൊരു പറയുന്നത് മാത്രം. നോക്കി, നമ്മളൊരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 നമ്പറുകൾ ഉപയോഗിച്ചാണ്. ആദ്യത്തെ നമ്പറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? എക്സ് കോർഡിനേറ്റ് അല്ലേ? എന്താണ് എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ. രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യ എന്ന് പറയും അല്ലെ. ഒന്നാമത്തെ നമ്പർ എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തെ നമ്പർ വൈ കോർഡിനേറ്റ്. അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അല്ലെ. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒന്ന് ശ്രദ്ധിച്ചിട്ടേക്ക്. ഇത്രേ ഉള്ളൂ. ഞാൻ 2 ആക്സിസുകൾ വരച്ചു. ഇത് ഏത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ്. അതായത് ഇത് മുഴുവൻ എക്സ് ആക്സിസ്. ഇത് ഏത് ആക്സിസ് ആണ്? ഇത് മുഴുവൻ വൈ ആക്സിസ്. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. എക്സ് ആക്സിസിന് പാരലൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് സമാന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതല്ലേ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ട് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് സമാന്തരമായിട്ട് ഒരു വര വരയ്ക്കുകയാണ്. വരച്ചു. ആ വരയിലെ പോയിന്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ വരയിൽ ഒരു പോയിന്റ് ഞാൻ എടുക്കുവാണ്. ഈ ഒരു പോയിന്റ് ഞാൻ പറയുവാണ് 1, 3 ആണെന്ന് പറഞ്ഞു. കേട്ടല്ലോ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ, എക്സ് ആക്സിസിന് സമാന്തരമാണെങ്കിൽ ആ ലൈനിലുള്ള എല്ലാ പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. എക്സിന് പാരലൽ ആണെങ്കിൽ എന്താണ് സെയിം? വൈ സെയിം ആയിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ നമ്പർ. അതായത് ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? 3 ആയിരിക്കും. ആദ്യത്തെ നമ്പർ എന്ത് വേണമെങ്കിലും ആകാം, 4 ആകാം. പക്ഷെ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? 3 ആയിരിക്കുള്ളൂ. ഇത് ഇപ്പുറത്ത് എടുത്തേ, ഇതും പാരലായിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ. ആദ്യത്തെ നമ്പർ ചിലപ്പോൾ -2 ആവാം, പക്ഷെ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? 3 ആയിരിക്കും. രണ്ടാമത്തെ നമ്പർ സെയിം വരാൻ കാര്യം എന്താണ്? എക്സിന് പാരലൽ ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം, എക്സിന് പാരലൽ ആണെങ്കിൽ, സമാന്തരം ആണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? വൈ സെയിം ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? തുല്യമായിരിക്കും. കേട്ടല്ലോ. അപ്പോൾ എക്സിന് എവിടെയെങ്കിലും എവിടെ കൂടി വേണമെങ്കിലും പാരലൽ ആയിക്കോട്ടെ. അതെ, ഇങ്ങനെ പാരലൽ ആകാമല്ലോ, പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പറയുവാണ്, ഈ പോയിന്റ് 1 - 4 ആണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തൊരു പോയിന്റ് എങ്ങനെ തന്നെ പറയണം? ആദ്യത്തെ നമ്പർ ചിലപ്പോൾ മാറാം, ചിലപ്പോൾ 1 പകരം ഇപ്പൊ 5 വരാം. പക്ഷെ രണ്ടാമത്തെ നമ്പർ എന്താ വരുള്ളൂ? പാരലൽ ആയതുകൊണ്ട് -4. ഇത് ഇവിടെ ചിലപ്പോൾ -3 എന്ന് വരാം ആദ്യത്തെ നമ്പർ, പക്ഷെ രണ്ടാമത്തെ നമ്പർ എന്ത് തന്നെ ആയിരിക്കും? -4 ആയിരിക്കും. അതായത് എക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ അതിന്റെ ഏത് നമ്പർ? രണ്ടാമത്തെ നമ്പർ, അതായത് വൈ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് തിരിച്ച് വൈക്ക് പാരലായിട്ട് വരച്ചാലും. ഇത് ശ്രദ്ധിച്ചു, ഞാൻ ഒരു ആക്സിസുകൾ വരയ്ക്കുവാണ്. നോക്കൂ, ഇത് ഏത് ആക്സിസ് ആണ്? നമുക്ക് അറിയാവുന്ന ആക്സിസ് ആണ്. ഇത് ഏത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ്. ഇത് ഏത് ആക്സിസ് ആണ്? വൈ ആക്സിസ്. അറിയാമല്ലോ. അപ്പൊ നോക്കൂ, ഞാൻ വൈ ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുവാണ്. എന്താണ്? ഇതാണ് വൈക്ക് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുവാണ്. ഇതല്ലേ വൈക്ക് പാരലായിട്ട് അല്ലെങ്കിൽ വൈക്ക് സമാന്തരമായിട്ടൊരു ലൈൻ വരച്ചു. വൈക്ക് പാരലാണെങ്കിൽ, എക്സിന് പാരലായിരുന്നപ്പോൾ എന്തായിരുന്നു സെയിം? വൈ ആയിരുന്നു സെയിം. അപ്പൊ വൈക്ക് പാരലാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും സെയിം വരുന്നത്? എക്സ് സെയിം ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറാണ്? ആദ്യത്തെ നമ്പർ. അപ്പോൾ വൈക്ക് പാരലാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. ഞാൻ ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുവാണ്. ഇവിടുത്തെ ഒരു പോയിന്റ് 5, 2 ആണെന്നിരിക്കട്ടെ. കേട്ടല്ലോ. ഇത് വേറെ പോയിന്റ് ഇവിടുത്തെ എടുത്താൽ ഇവിടെ എന്ത് സെയിം ആയിരിക്കും? ഉറപ്പായിട്ടും എന്ത് സെയിം ആയിരിക്കും? ആദ്യത്തെ നമ്പർ സെയിം ആയിരിക്കും. ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ എത്ര വരും? 5 തന്നെ വരും. വൈ ഇഷ്ടമുള്ളത് വരാം, വൈ ചിലപ്പോൾ 1 വരാം. കേട്ടല്ലോ. അല്ലെങ്കിൽ ഇത് ഇവിടെ വേറൊരു പോയിന്റ് എടുക്കുവാണ്. ഈ പോയിന്റ് ആദ്യത്തെ നമ്പർ എന്ത് തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കും. രണ്ടാമത്തെ നമ്പർ ഇഷ്ടമുള്ളത് വരാം, -1. ഇത് വേറൊരെണ്ണം എടുക്കുവാണ്, 5 - 3. കേട്ടല്ലോ. ഇവിടെ എല്ലാത്തിൻ്റെ എന്താണ് സെയിം? ആദ്യത്തെ നമ്പറാണ് സെയിം. ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ വൈക്ക് പാരലാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. ഇതേ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പുറത്ത് ഞാനൊരു പാരലൽ ലൈൻ വരച്ചു. വൈക്ക് പാരലൽ അല്ലേ ഇത്?
ഞാൻ വേറൊരു പോയിന്റ്, ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുവാണ്. ഇവിടുത്തെ ഒരു പോയിന്റ് എങ്ങനെ എടുക്കാം നമുക്ക്? -3 4 എന്ന് എടുക്കാം. -3 4 കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വേറൊരു പോയിന്റ് എങ്ങനെയായിരിക്കും? അതിന്റെ ആദ്യത്തെ നമ്പർ സെയിം ആയിരിക്കും. ആദ്യത്തെ നമ്പർ -3 തന്നെ, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ നമ്പർ ചിലപ്പോൾ മാറാം, 1 10 5 ഇഷ്ടമുള്ളത് വരെ. ഇവിടുത്തെ വേറൊരു പോയിന്റ് പറയാൻ പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ എന്ത് തന്നെ ആയിരിക്കും? -3 തന്നെ ആയിരിക്കും. രണ്ടാമത്തെ നമ്പർ ചിലപ്പോൾ എന്തായിട്ട് മാറും? -6 ആയിട്ടൊക്കെ മാറാം. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം രണ്ടാമത്തത്, ഇതാണ് ആദ്യത്തെ കാര്യം പഠിച്ചത്. രണ്ടാമത്തെ കാര്യം എന്താണ്? വൈക്ക് പാരലൽ ആണെങ്കിൽ എന്താണ്? വൈക്ക് പാരലൽ ആണെങ്കിൽ, വൈക്ക് സമാന്തരമാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ സംഖ്യ സെയിം ആയിരിക്കും. കേട്ടല്ലോ. അപ്പോൾ ഓർത്തിരിക്കാനുള്ള കാര്യം ഇത്ര ഉള്ളടാ, കാണാതെ പഠിക്കാം. എക്സിന് പാരലാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? വൈ സെയിം ആയിരിക്കും രണ്ടാമത്തെ സംഖ്യ. വൈക്ക് പാരലാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ്. കേട്ടല്ലോ. എക്സിന് പാരലാണെങ്കിൽ, എക്സിന് സമാന്തരമാണെങ്കിൽ വൈ സെയിം, വൈക്ക് പാരലാണെങ്കിൽ അല്ലെങ്കിൽ വൈക്ക് സമാന്തരമാണെങ്കിൽ എന്ത് സെയിം? എക്സ് സെയിം. ഇനി ഇത് എന്തിനാ പഠിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന മോഡലുകൾ ഇത് വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചിരുന്നു, ഭയങ്കര എളുപ്പമാണ്. ശ്രദ്ധിച്ചു എടാ. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചേ. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിലെ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി. അതിൽ 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു മോഡൽ ചോദ്യം ചെയ്തായിരുന്നു. ആ മോഡൽ എങ്ങനെയായിരുന്നു? ആ മോഡൽ ഇത് ഇങ്ങനെയായിരുന്നു. അതായത് ഒരു എക്സ് ആക്സും ഒരു വൈ ആക്സും വരും. എന്നിട്ട് ആ ഫിഗർ എക്സിലും വൈയിലും ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കും. ഇതായിരുന്നു. അപ്പോൾ ഒരെണ്ണേ തരുവുള്ളായിരുന്നു, ബാക്കിയെല്ലാം കണ്ടുപിടിക്കണം. ഇങ്ങനെയായിരുന്നു ആദ്യത്തെ ഫിഗർ. ഫസ്റ്റ് മോഡൽ ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്, അല്ലേ? രണ്ടാമത്തെ ടൈപ്പാണിത്. ഈ ടൈപ്പ് എങ്ങനെ മനസ്സിലാവും? ഇത് എക്സ് ആക്സിനെയും വൈ ആക്സിനെയും ടച്ച് ചെയ്തല്ല നിൽക്കുന്നത്, കുറച്ച് എയറിലാണ് അല്ലെങ്കിൽ ഒരു സ്പേസിലാണ് നിൽക്കുന്നത്, അല്ലേ? അതാണ് മനസ്സിലാക്കേണ്ട, ഈ ടൈപ്പാണെന്ന് മനസ്സിലാക്കേണ്ട രീതി. മറ്റേത് എക്സിനും വൈയിലും ടച്ച് ചെയ്ത് നിൽക്കും, ഇത് ടച്ച് ചെയ്യാതെ നിൽക്കും. പകരം 2 കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും, അത് ഓപ്പോസിറ്റും ആയിരിക്കും. കേട്ടല്ലോ. 2 പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 2 പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ട് ബാക്കി 2 എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പരിപാടിയാണ് നമുക്ക് വേണ്ടത്. എക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ എന്ത് സെയിം ആയിരിക്കും? വൈ സെയിം ആയിരിക്കും. വൈക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ എന്ത് സെയിം ആയിരിക്കും? എക്സ് സെയിം ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ നോക്കിയടാ. ഞാൻ ആദ്യം എക്സ് ആക്സിസിനെ കൺസിഡർ ചെയ്യുവാണേ. ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനുകളാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എക്സ് ആക്സിസിന് പാരലൽ അല്ലേ ഈ ലൈൻ? നോക്കിയേ, ഈ ലൈൻ എക്സ് ആക്സിസിന് പാരലൽ അല്ലേ? എടാ നമ്മൾ പറഞ്ഞത് എന്താണ്? എക്സിന് പാരലാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും എന്നാ പറഞ്ഞത്? വൈ സെയിം ആയിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ നമ്പറാണ്? രണ്ടാമത്തെ നമ്പർ, അല്ലേ? അപ്പൊ എക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ എന്ത് സെയിം ആയിരിക്കും? വൈ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഈ ലൈനിൽ എന്ത് സെയിം ആയിരിക്കണം? ഇത് എക്സിന് പാരലാണ്, അപ്പൊ എന്ത് സെയിം ആയിരിക്കണം? വൈ സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ വൈ എന്താണോ അത് തന്നെയായിരിക്കും എന്ത് വരേണ്ടത്? ഇവിടെ വരേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? വൈ സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ 3 ആയി. അത് കഴിഞ്ഞു. ഇനി എക്സിന് പാരലായിട്ട് ഒരു ലൈൻ കൂടി ഉണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിയേ, എക്സിന് പാരലായിട്ട് വേറെ ഏത് ലൈനാണ് കിടക്കുന്നത്? നോക്ക്, എക്സിന് പാരലായിട്ട് കിടക്കുന്ന അടുത്ത ലൈനാണിത്. എക്സ് ആക്സിന് പാരലല്ലേ? അപ്പൊ എക്സിന് പാരലായിട്ട് കിടക്കുന്ന അടുത്ത ലൈനാണ് ഇത്. അപ്പൊ നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പൊ നോക്ക്, നമ്മൾ പറഞ്ഞു എക്സിന് പാരലാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? വൈ സെയിം ആയിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ. അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ നമ്പരും ഇവിടുത്തെ രണ്ടാമത്തെ നമ്പരും സെയിം വരണ്ടേ? എക്സിന് പാരലല്ലേ? അപ്പൊ ഇവിടെ 8 ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? 8 വരും. കഴിഞ്ഞു. ഇനി എക്സിന് പാരലായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി എക്സ് കഴിഞ്ഞു. അപ്പൊ എക്സ് ആക്സിന്റെ കഴിഞ്ഞു. ഇനി വൈ ആക്സിസ് എടുക്കണം. വൈ ആക്സിന് പാരലാണെങ്കിൽ നമ്മൾ എന്ത് സെയിം ആണെന്നാ പറഞ്ഞത്? വൈക്ക് സമാന്തരമാണെങ്കിൽ, വൈക്ക് പാരലാണെങ്കിൽ എന്ത് സെയിം ആണെന്നാ പറഞ്ഞത്? എക്സ് സെയിം ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ സംഖ്യ. കേട്ടല്ലോ. അപ്പൊ ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസ് അല്ലേ? വൈ ആക്സിസ് ഇതാണ്. വൈ ആക്സിസിന് പാരലായിട്ടുള്ള ആദ്യത്തെ ലൈനാണിത്, അല്ലെ? വൈക്ക് പാരലായിട്ട് കിടക്കുന്ന ആദ്യത്തെ ലൈനാണിത്. വൈക്ക് പാരലാണെങ്കിൽ അല്ലെങ്കിൽ വൈക്ക് സമാന്തരമാണെങ്കിൽ എന്ത് സെയിം ആണെന്നാ പറഞ്ഞത്? എക്സ് സെയിം. എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ. അപ്പൊ നോക്കിയേ, ഇവിടെ 2 പോയിന്റുകളുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ നമ്പരും ഇവിടുത്തെ ആദ്യത്തെ നമ്പരും സെയിം ആവണ്ടേ? അപ്പൊ ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? 2. ആ ലൈൻ കഴിയും. ഇനി വൈക്ക് പാരലായിട്ട് ഒരു ലൈൻ കൂടി ഉണ്ടാവും. ഏതുണ്ട്? വൈക്ക് പാരലായിട്ട് ഒരു ലൈൻ ഏതാ ഉള്ളത്? ഇതല്ലേ വൈക്ക് പാരലായിട്ടുള്ള അടുത്ത ലൈൻ ആണ്. വൈക്ക് പാരലാണെങ്കിൽ എന്ത് സെയിം ആണ്? അല്ലെങ്കിൽ വൈക്ക് സമാന്തരമാണെങ്കിൽ എന്ത് സെയിം ആണ്? എക്സ് സെയിം ആണ്.
എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്പർ. അപ്പോൾ ഈ രണ്ടും വൈക്ക് പാരലൽ ആയതുകൊണ്ട് എക്സ് സെയിം ആയിരിക്കും. ഇവിടെ എക്സ് 6 ആണ്, അപ്പോൾ ഇവിടെ എത്ര വരും? 6 വരും. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? ഒരെണ്ണം കൂടി നോക്കണം. ശ്രദ്ധിച്ച് ഒരെണ്ണം കൂടി നോക്കിയേക്കാം. അപ്പോൾ ഞാൻ ഒരു ഫിഗർ വരയ്ക്കാം. നോക്കി, ഇത് എക്സ്, ഇത് വൈ. വേഗം പറയും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കുറേ സമയം എടുക്കുന്നില്ല. നമ്മൾ വേറൊരു സാധനം വരച്ചു. ഇതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് 1 4 എന്ന് കൊടുക്കാം. ഇതിൻ്റെ കോർഡിനേറ്റ് നമുക്കൊരു 7 9 എന്ന് കൊടുക്കാം. കൊടുത്തല്ലോ. ഇനി ബാക്കി രണ്ടിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് എഴുതണം. ഏതൊക്കെ എഴുതണം? ഇതിൻ്റെ കോർഡിനേറ്റ് എഴുതണം, ഇതിൻ്റെ കോർഡിനേറ്റ് എഴുതണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ എക്സ് കൺസിഡർ ചെയ്യുവാണ്. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ നോക്കുക. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ആദ്യത്തെ ലൈൻ ഇതാണ്. ഇതല്ലേടാ? നോക്ക്, എക്സിന് പാരലൽ ആയിട്ടുള്ള ആദ്യത്തെ ലൈൻ ഇതാണ്. എക്സിന് പാരലൽ ആണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? വൈ സെയിം ആയിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ സെയിം ആയിരിക്കും. എക്സിന് പാരലൽ ആണെങ്കിൽ വൈ സെയിം, വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ സെയിം. അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ നമ്പർ തന്നെ ആയിരിക്കും ഇവിടെയും. ക്ലിയർ ആയില്ലടാ? എക്സിന് പാരലൽ ആയതുകൊണ്ട് രണ്ടാമത്തെ നമ്പറുകൾ സെയിം ആയിരിക്കും. എക്സിന് പാരലൽ ആയിട്ട് വേറൊരു സാധനം കൂടി ഉണ്ട് ഇവിടെ. എക്സിന് പാരലൽ ആയിട്ട് ഈ ഒരു ലൈൻ കൂടി ഇല്ലടാ? ഈ ഒരു ലൈൻ കൂടി ഇല്ലേ? അപ്പൊ എക്സിന് പാരലൽ ആണെങ്കിൽ നമ്മൾ എന്ത് സെയിം ആണെന്നാ പറഞ്ഞത്? വൈ സെയിം ആണ്. വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ. അപ്പൊ ഇത് രണ്ടാമത്തെ നമ്പറാണ്. ഇവിടെയും അപ്പോൾ ഉറപ്പായിട്ടും എത്രേ വരുള്ളൂ? രണ്ടാമത്തെ നമ്പർ സെയിം ആക്കണം. എക്സ് കഴിഞ്ഞു. ഇനി എന്തെടുക്കുക? സംഭവം അടുത്തെടുക്കുക, വൈ എടുക്കുക. വൈക്ക് പാരലൽ ആയിട്ടുള്ള ആദ്യത്തെ ലൈൻ, വൈക്ക് പാരലൽ ആയിട്ടുള്ള ആദ്യത്തെ ലൈൻ ഏതാണ്? ഇതാണ്. വൈക്ക് പാരലൽ ആണെങ്കിൽ എന്ത് സെയിം ആണെന്നാണ് പറഞ്ഞത്? എക്സ് സെയിം ആണെന്നാണ് പറഞ്ഞത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സാധനം. അപ്പൊ നോക്ക്, ഇവിടെ ഇത് വൈക്ക് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. വൈക്ക് പാരലൽ ആയിട്ടുള്ളത് കാരണം ആദ്യത്തെ നമ്പറുകൾ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? 1 വരും. അപ്പൊ ഈ പോയിന്റ് കിട്ടി നമുക്ക് 1 9. അടുത്തത് വൈക്ക് പാരലൽ ആയിട്ടുള്ള അടുത്ത ലൈനാണിത്. ഇതും വൈക്ക് പാരലാണ്. വൈക്ക് പാരലൽ ആണെങ്കിൽ എക്സ് സെയിം, അതായത് ആദ്യത്തെ നമ്പർ സെയിം. അപ്പൊ ഇവിടെ ആദ്യത്തെ നമ്പർ 7 ആണെങ്കിൽ ഇവിടെയും ആദ്യത്തെ നമ്പർ എത്രയായിരിക്കും? 7. അപ്പൊ നമുക്ക് 2 പോയിന്റുകൾ കിട്ടി. 1 9 7 4. കേട്ടല്ലോ? വലിയ പരിപാടിയൊന്നുമില്ല, വെറുതെ പെറുക്കിയെടുത്ത് എഴുതിയാൽ മതി. കേട്ടല്ലോ? തെറ്റിച്ച് കളയരുത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ മോഡലിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഈ മോഡലിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു ചോദ്യം ഫിഗറിൽ വെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പഠിക്കുക. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോ.